ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉന്നതനും കാരുണ്യവാനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നാം ചില നിമിഷങ്ങൾ മാറ്റിവെച്ച് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് അവിടുന്ന് ചെയ്തു തന്ന സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണങ്ങൾക്കും അവിടുത്തെ കാരുണ്യത്തിനും അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിനെയും ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കാം. കർത്താവ് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവനാണ്. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ എല്ലാം ഉള്ളവനാക്കി എല്ലാം ഉള്ളവളാക്കി മാറ്റാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിനാൽ നാളെക്കുറിച്ചൊരു ആകുലതയോ ഭാരവോ പ്രയാസവോ വേണ്ട. എന്തെന്നാൽ കർത്താവാണ് ഈ ഭൂമിയെ മുഴുവൻ തൻ്റെ കരങ്ങളിൽ താങ്ങി നിർത്തിയിരിക്കുന്നവൻ. ആ കർത്താവ് നിനക്കൊരു നാളെയെ നൽകുന്നുവെങ്കിൽ അത് മഹത്വമുള്ളതായിരിക്കും. അത് നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന നാളെയായിരിക്കും. അതിനാൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് ഏറ്റവും ആവശ്യം ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം. ഈ വിശ്വാസത്താൽ നിന്റെ നാളത്തെ ജീവിതം, നിന്റെ നാളുകളെ ഓരോന്നും നിനക്ക് സുരക്ഷിതമാക്കി മാറ്റാം. അതിനാൽ ഇന്ന് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവിൽ വിശ്വസിക്കാൻ ഒരു അവസരം നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാം. ഒപ്പം കർത്താവ് പരിശുദ്ധനായതുപോലെ നാം ഓരോരുത്തരും പരിശുദ്ധരാകുവാനും, കർത്താവ് കാരുണ്യവാനായതുപോലെ നാം ഓരോരുത്തരും കാരുണ്യവതികളും കാരുണ്യവാന്മാരുമാകാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും പരിപൂർണമായി ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 113 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് അധരങ്ങളെ നൽകിയ, ഞങ്ങൾക്ക് ശരീരം നൽകിയ, ഈ ജീവൻ നൽകിയ, ജീവിതം നൽകിയ അങ്ങയുടെ നാമത്തിന് സർവമഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ അയോഗ്യരായിട്ടും നീ നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു. നീ പരമപരിശുദ്ധനായതുപോലെ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കുവാൻ, ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ പരിശുദ്ധമാക്കുവാൻ, അന്തരാത്മാവിനെ പരിശുദ്ധമാക്കുവാൻ ഇന്ന് കൃപ തരണമേ. നീ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരസ്പരം കരുണയുള്ളവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെപ്പോഴൊക്കെ മറ്റുള്ളവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുത സൗഖ്യവും വിടുതലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ഇനി മുതൽ ആരോടും വെറുപ്പ് വെക്കാതെ,
ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരെ ഓർത്ത് വെറുപ്പിൽ ജീവിക്കാതെ, ശത്രുതയിൽ ജീവിക്കാതെ, ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന, ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന, ഞങ്ങളുടെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്ന ദൈവത്തെ ഓർത്ത് നന്ദി അർപ്പിച്ച് ഇനിയുള്ള ജീവിതം ജീവിക്കുവാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക്, നിന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നീ സകല നന്മകളും നൽകുന്നു. ദൈവമേ, ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. കർത്താവേ, നീ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ഞങ്ങളെ നീ കരുണയോടെ വീക്ഷിക്കണമേ. ഞങ്ങളുടെ ഇല്ലായ്മകളെ നീ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ നീ അറിയുന്നുണ്ടല്ലോ. കർത്താവേ, മാനുഷികമായ എല്ലാ ബലഹീനതകൾക്കും അടിമകളായ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നിന്റെ ചൊരിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്നിൽ സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്നു. നാളെക്കുറിച്ചുള്ള എല്ലാ വേദനയും വിഷമങ്ങളും ആകാംക്ഷകളും ആകുലതകളും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്തെന്നാൽ കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അതിനാൽ ഇന്നലകളിൽ ഞങ്ങളുടെ കൂടെ നിന്ന, ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന, നാളെയും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. അതിനാൽ നാളെയെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഭയപ്പെടില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, ഇന്നും എന്നും എപ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, ആ കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഞാൻ ആരാധിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് യാതൊരു കുറവും വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം എൻ്റെ കർത്താവ് എൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനുമാക്കി മാറ്റി തീർക്കും. അതിനാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്ന എൻ്റെ കർത്താവിന് ഞാൻ ആരാധന നൽകുന്നു. കർത്താവെ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ അനുഗ്രഹിക്കുന്നു, സന്തുഷ്ടയാക്കുന്നു. ഈ സമയം മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക്, സ്വന്തമായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, ദാമ്പത്തിക ജീവിതത്തിൻ്റെ വർഷങ്ങൾ കടന്നുപോയിട്ടും ദാമ്പത്യത്തിൻ്റെ ഒരു ഫലം, വിവാഹ ജീവിതത്തിൻ്റെ ഫലം കാണാൻ കഴിയാത്തവർക്ക്, സ്വന്തമായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഇന്ന് നീ കരുണയോടെ നിന്റെ കരുണക്കടൽ തുറക്കണമേ. കർത്താവെ, അവരെ നിന്റെ കരുണക്കടലിൽ മുക്കി നിന്റെ നാമം മഹത്വത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ നൽകി ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അനേക വർഷങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ യേശു നാമത്തിൽ അവിടുന്ന് നൽകട്ടെ. കർത്താവ്, നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം മനോഹരമാകട്ടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവ് സകല അനുഗ്രഹങ്ങളും നൽകട്ടെ. നിങ്ങൾ ഫലഭൂയിഷ്ഠരായി മാറട്ടെ. യേശു നാമത്തിൽ നിങ്ങളുടെ വന്ധ്യത മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ നിങ്ങൾക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ടായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറട്ടെ. ലോകം അറിയുന്ന വ്യക്തികളായി കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. കർത്താവെ, ഭവനമില്ലാത്ത എല്ലാവർക്കും സ്വന്തം ഭവനമെന്ന ഒരു വലിയ സ്വപ്നം ഇന്നീ രാത്രിയിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് ഇന്ന് തന്നെ നീ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് നീയാണ് ഭവനം നൽകുന്നവൻ, ഞങ്ങൾക്ക് നീയാണ് സുരക്ഷിതത്വം നൽകുന്നവൻ. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ നിന്നിലുള്ള വിശ്വാസം പൂർണ്ണമാക്കാനും നിന്നിലുള്ള സന്തോഷം വർദ്ധിപ്പിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഹൃദയത്തിൽ വിശാലമായ ഹൃദയം നൽകി, വിശുദ്ധിയോടും വിവേകത്തോടും കരുണയുടെയും ഹൃദയം നൽകി കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരോടും പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുന്നു. ആരൊക്കെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തോ എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. എന്തെന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ, അതിലൊക്കെ
ഒത്തിരി ഉയർന്ന നന്മകളാണ്. അതിനാൽ എൻ്റെ ജീവിതം ഇനി മുതൽ മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് ജീവിക്കേണ്ടതല്ല, മറിച്ച് എൻ്റെ കർത്താവ് ചെയ്ത നന്മകളെ, കർത്താവ് ചെയ്യാൻ പോകുന്ന നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ളതാണ്. അതിനാൽ ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും അന്തരാത്മാവും ജീവനും ജീവിതവും നിനക്ക് സമർപ്പിച്ച് നിന്നിൽ സന്തോഷമടഞ്ഞ് നിന്നിൽ സുരക്ഷിതത്വം അനുഭവിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് സ്വസ്ഥമായി ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം, കുടുംബം, ഞങ്ങൾക്കുള്ള സകലതും, ഞങ്ങളുടെ വസ്തുവകകൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും, വിദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് സ്വസ്ഥമായി ശാന്തമായി ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു. കർത്താവെ, സുഖനിദ്ര നൽകി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാ നന്മകളും നൽകി, ആരോഗ്യവും നല്ല മനസ്സും നൽകി, സന്തോഷകരമായ ഒരു ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുഖമായ നിദ്ര ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു. ശാന്തമായി ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് കിടന്നുറങ്ങുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.